കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതും രണ്ടാമതും എത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണ് പുറത്താക്കപ്പെടുന്ന വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ളത്. കഴിഞ്ഞില്ല, ഈ പുറത്താക്കപ്പെടുന്നവരിൽ ഏറെയും അജ്ഞാത വോട്ടർമാരാണ് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയ ഈ അജ്ഞാതർ പിന്നെ എവിടെ പോയി? കേരളത്തിലും BJP അജണ്ട നടപ്പിലാവുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്നത് ഇതിനെ വോട്ട് ചോരി എന്ന് തന്നെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജനാധിപത്യ അവകാശത്തെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കവരാനുള്ള മാർഗം ഒരുക്കുക എന്നുള്ളതാണ് BJP അജണ്ട. ആ BJP അജണ്ട കേരളത്തിലും നടപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആ ശ്രമങ്ങൾ കൂട്ടാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണെന്ന് പരിശോധിക്കണം. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളിൽ പറഞ്ഞ പോലെ ഞങ്ങൾ താഴെത്തട്ടുന്ന ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള BJP അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അജ്ഞാതരായ ആളുകളെ സംബന്ധിച്ച് വരെ വോട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പൊ ഇത് അങ്ങേയറ്റം തെരഞ്ഞെടുപ്പിനെ ഈ പ്രക്രിയയെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന അജണ്ടയെ ആ സുതാര്യത ഉറപ്പുവരുത്തേണ്ട സംവിധാനം തന്നെ അതിനെ കൊല്ലാൻ നിൽക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്. അതാരാണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കുന്നത്? സെൻട്രലൈസ്ഡ് സംവിധാനമാണോ അതോ താഴെ തട്ടുവരെ ഈ നെറ്റ്വർക്ക് നടപ്പിലാക്കി കൊടുക്കാൻ നിൽക്കുകയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്.